കഥ. ഒരു പഴയ വീടിൻ്റെ പ്രണയകഥ. ഓരോ പഴയ വീടുകൾക്കും പറയാൻ ചില പ്രണയകഥകളുണ്ടാകും. ആ ഉമ്മറത്തെ മരക്കസേര കണ്ടോ? കുപ്പായമിടാതെ വർഷങ്ങളോളം അതിൽ ചാരിയിരുന്ന് വല്യുപ്പയുടെ വിയർപ്പ് തട്ടി ആ മരത്തിൻ്റെ നിറം തന്നെ മങ്ങിയിട്ടുണ്ട്. തിണ്ണയുടെ കോണിലിരിക്കുന്ന ആ ഓടിൻ്റെ കിണ്ടി വെറുമൊരു പാത്രമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് വല്യമ്മയെ പെണ്ണ് കാണാൻ വന്ന ആ ആദ്യത്തെ വീടുകാണൽ ചടങ്ങിൽ വല്യുപ്പ സ്നേഹത്തോടെ നൽകിയ സമ്മാനമാണത്. ആ കിണ്ടിയിലെ ഓടിന് കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങിയെങ്കിലും അത് കൊടുത്ത കൈകൾക്ക് പരസ്പരം ഇന്നും പഴയ അതേ തിളക്കമാണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ പരസ്പരം കണ്ണുകളിൽ നോക്കാൻ നാണിച്ച് തലകുനിച്ച് നിന്ന ആ പെൺകുട്ടിയിൽ നിന്നാണ് ഈ വീടിൻ്റെ കഥ തുടങ്ങുന്നത്. പിന്നീട് ഈ വീട് ആകെ കുട്ടികളുടെ ചിരിയും ബഹളവുമായിരുന്നു. കാലം പറന്നുപോയി. മക്കളൊക്കെ വലുതായി. അവരവരുടെ ജീവിതം തേടി വലിയ വലിയ വീടുകളിലേക്ക് ചേക്കേറിയപ്പോൾ ഈ വലിയ തറവാട്ടിൽ അവർ വീണ്ടും ഒറ്റയ്ക്കായി. കല്യാണം കഴിഞ്ഞു വന്ന ആ ആദ്യത്തെ ദിവസങ്ങളിലെ പോലെ വീണ്ടും അവർ രണ്ടുപേരും മാത്രം. ഒറ്റയ്ക്കാണെങ്കിലും അവർ പരസ്പരം ഒരു വലിയ ലോകമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അവർക്കിടയിൽ ചെറിയൊരു പിണക്കമുണ്ട്. കാണാതെ പോയ കണ്ണടയെ ചൊല്ലിയോ അല്ലെങ്കിൽ രാവിലത്തെ ചായയിൽ അല്പം മധുരം കൂടിയതിനോ തുടങ്ങിയ ചെറിയൊരു വാശി. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ആ പഴയ ഈഗോ അവരെ അതിന് സമ്മതിക്കുന്നില്ല. പരസ്പരം മുഖം തിരിച്ച് ഒരക്ഷരം മിണ്ടില്ല എന്ന വാശിയിൽ അവർ ആ വലിയ വീടിൻ്റെ രണ്ട് കോണുകളിലായി പകൽ കഴിച്ചുകൂട്ടും. എന്നാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമാകുമ്പോൾ കഥ മാറും. വിശന്ന് വയറു കത്തുകയാണെങ്കിലും വല്യുപ്പ വന്ന് കസേരയിലിരിക്കാതെ വല്യുമ്മ ആ പാത്രത്തിലൊന്ന് തൊടുക പോലുമില്ല. ആ ഊൺമേശയിലെ അവരുടെ കാത്തിരിപ്പിനു മുന്നിൽ രാവിലത്തെ ആ വലിയ പിണക്കങ്ങളൊക്കെ പതുക്കെ അലിഞ്ഞില്ലാതാകാൻ തുടങ്ങും. അവസാനം വല്യുപ്പ വന്നിരിക്കും. രണ്ടുപേരും മിണ്ടില്ല. പക്ഷെ പാത്രത്തിലെ ഏറ്റവും നല്ല മീൻ കഷ്ണം വല്യുപ്പയുടെ ഇലയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ പഴയ പിണക്കങ്ങൾ മുഴുവൻ തീർന്നിട്ടുണ്ടാവും. പരസ്പരം കെട്ടിപ്പിടിച്ചോ സമ്മാനങ്ങൾ കൊടുത്തോ ഒന്നുമായിരുന്നില്ല അവർ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്. അവർ പരസ്പരം മനസ്സിലാക്കിയതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നെന്നോ. വല്യുമ്മ വെച്ച ചോറ് തികയാതെ വന്നപ്പോഴെല്ലാം വല്യുപ്പാക്ക് വിശപ്പ് തീരെ ഉണ്ടായിരുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്റ്റോറി വിത്ത് us ബൈ മുഹഷിറ.